ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതായത് നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. കാരണം എന്താണ്, അതിന്റെ ഒരു സാലറി പാക്കേജും കാര്യങ്ങളും ഒക്കെ എന്താണ് വളരെ അട്രാക്റ്റീവ് ആണ്. ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ആരും തന്നെ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ മിസ്സാക്കി കളയരുത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2026 തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആരാണ് ഈ ഒരു എക്സാം നടത്തുന്നത്? നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ആൻഡ് ദെൻ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം ലെവൽ എങ്ങനെയാണ്? ഏതാണ് സ്റ്റേറ്റ് ലെവലിലാണ് എക്സാം നടക്കുക. ആൻഡ് ദെൻ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് 3 തലങ്ങളിലായാണ് ഈ ഒരു എക്സാം നടക്കുക കേട്ടോ. അതായത് നമ്മൾ എക്സാം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ കടമ്പകളായിട്ട് കടന്നാൽ മാത്രമേ നമ്മൾ ഉദ്യോഗത്തിലേക്ക്, ജോലിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നില തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ജോലി തന്നെയാണ് ഇത് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മുടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ദെൻ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ദെൻ ആഫ്റ്റർ എന്താണ് ഇന്റർവ്യൂ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പാറ്റേൺ പോവുക. 3 ഘട്ടങ്ങളും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരായി? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിരിക്കുകയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക? ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും? നമ്മൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിൽ പങ്കെടുക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. ആൻഡ് ദെൻ നമ്മുടെ ഒരു സാലറി പാക്കേജ് നോക്കിക്കേ. സ്റ്റാർട്ടിങ് എത്രയിലാ തുടങ്ങുന്നേ? 39,300 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏകദേശം 1 ലക്ഷത്തോട് അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ സാലറി വാങ്ങാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 10-20 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അല്ലെ 21 പോട്ടെ 22 ആണെങ്കിൽ തന്നെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു നിൽക്കുന്ന, ഏജ് ഓവർ ആവാത്ത എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു എക്സാം ആണ്. സാലറി പാക്കേജ് വൈസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പവർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ജോലി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് കഴിയും. ആരും ഈ ഒരു നോട്ടിഫിക്കേഷൻ മിസ്സാക്കരുത്. ആൻഡ് ദെൻ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ ഒരു ക്ലിയറൻസ് നമുക്ക് പറയാം. അതായത് നമുക്ക് ബാച്ചിലർ കോഴ്സ് ഡിഗ്രി ഉണ്ട്, അത് 50% മക്കളെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതാണ് 50% മാർക്ക് ഡിഗ്രി ലെവലില് എക്സാം പാസ് ഔട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. MSc MA ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എങ്കിൽ അവിടെ നമുക്ക് എന്താണ് പെർസെൻറ്റേജ് പറയുന്നില്ല. നമ്മൾ എന്താണ് പാസ് ഔട്ട് ആയാൽ മതിയാകും. ആൻഡ് ദെൻ അതുപോലെ തന്നെ LLB ഉള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കും എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ആരും തന്നെ ഈ ഒരു അവസരത്തിനെ പാഴാക്കി കളയരുത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത് കേട്ടോ. ആൻഡ് ദെൻ ഈ ഒരു ഒബ്ജക്റ്റീവ് പാറ്റേണിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒബ്ജക്റ്റീവ്, അതായത് നമ്മൾ 100 മാർക്കിന്റെ കേസ് പറഞ്ഞതിന്റെ അകത്ത് ഒരു കാര്യം പറയാണ്. 100 മാർക്കിന്റെ കോഴ്സ് അല്ലെ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ പടി എന്ന് നമ്മൾ പറഞ്ഞു. ഈ ആദ്യ പടി OMR മോഡ് തന്നെയാണ്, നമ്മൾ ഒബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ വരുന്നത് 100 ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, 100 മാർക്കും. ആൻഡ് ദെൻ ഇവിടെ ടൈം ഡ്യൂറേഷൻ ആദ്യത്തെ പടിയാണ് നമ്മുടെ ഈ ഒരു OMR അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് 100 മാർക്കിന്റെ ചോദ്യം, 100 മാർക്കാണ് നമുക്ക് എന്താ നേടിയെടുക്കാനായിട്ട് കഴിയുക. അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു എമൗണ്ട് അല്ല ആ ഒരു എന്താണ് മാർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ടെസ്റ്റിൽ നമുക്ക് വാല്യുബിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതായത് ഈ ഒരു ടെസ്റ്റില് 40% മാർക്ക് ഉണ്ടെങ്കിലേ നമ്മുടെ സെക്കൻഡ് ലെവൽ സ്റ്റെപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് എഴുതാൻ പറ്റൂ. നമ്മൾക്ക് വാല്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ 40%
ആദ്യ പരീക്ഷയിൽ അല്ലെങ്കിൽ ഈ ഒരു 100 മാർക്കിന്റെ പരീക്ഷയിൽ വേണം. എത്ര ശതമാനം? 40% നമുക്ക് നിർബന്ധമായിട്ട് വേണം കേട്ടോ. അപ്പൊ അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും, ഈസി ആയിട്ട് പറ്റും. ആൻഡ് ദെൻ പിന്നീട് നോക്കിക്കേ, നമുക്ക് ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ എത്ര തന്നെയാണ്? 0.25% നെഗറ്റീവ് ആയിട്ട് നമുക്ക് പോകുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക? നെഗറ്റീവുകൾ ഒഴിവാക്കുക. നമുക്ക് തീരെ കോൺഫിഡന്റ് ഇല്ല, വെറുതെ കറക്കി കുത്തി നമ്മൾ ആൻസറിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യും? ഇത്തരത്തിൽ നെഗറ്റീവ് മാർക്ക് നഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ആദ്യത്തെ ഈ 100 മാർക്കിന്റെ എക്സാം നമ്മൾ OMR ബേസ്ഡ് എഴുതി കഴിഞ്ഞു എങ്കിൽ പിന്നീട് നമുക്ക് എന്തിലേക്ക് കടക്കാവുന്നതാണ്? ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് കടക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ലെവലിനും ശേഷമാണ് എന്ത് വരിക? ഇന്റർവ്യൂ വരിക. അപ്പൊ ഈ ഒരു സിസ്റ്റം ആയിരിക്കും നമുക്ക് എക്സാമിൽ ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് 100 മാർക്കിന്റെ എക്സാം, പിന്നീട് 60 മാർക്കിന്റെ, പിന്നീട് 10 മാർക്കിന്റെ, ഈ ഒരു രീതിയിലാണ് പരീക്ഷ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആരും തന്നെ, ഡിഗ്രി ഉള്ള ആരും തന്നെ ഈ ഒരു അവസരം മിസ്സാക്കി കളയരുത്. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട, അതിനു മുമ്പായിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. കാര്യം എന്താണ്? ഡിഗ്രി ബേസ്ഡ്, ഡിഗ്രി ലെവലിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സിലബസ് നമുക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത്തരത്തിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് ഉയരുവാനായിട്ട് കഴിയൂ, അല്ലെ? നമ്മൾ വെറുതെ ലിസ്റ്റിൽ വന്നു എന്നല്ല, നമ്മൾ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് ഉയരാനായിട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ASZB അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.